നാഗമാണിക്ക് എപ്പിസോഡ് 71 എല്ലാവർക്കും സ്വാഗതം. ശേഷം എല്ലാവരുടെയും ശ്രദ്ധ മാറുന്ന സമയം നോക്കി രംഭ അവിടെ ഇരിക്കുന്ന കത്തുന്ന മെഴുകുതിരി എടുത്തുകൊണ്ട് പോവുകയാണ്. ആ മെഴുകുതിരിയിലുള്ള ദീപത്തിൽ വരുന്ന മോഹിനി റൂട്ട് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് രംഭ പോവുകയാണ്. പോകുന്ന വഴിയിൽ ആരെങ്കിലും കണ്ടാൽ രംഭ പൂജാരിയായി മാറും. അവസാനം രംഭ സ്റ്റോറൂമിൽ പോവുകയും സ്റ്റോറൂമിൽ ഇരിക്കുന്ന കുപ്പി കാണുകയും ചെയ്യുകയാണ്. ആ കുപ്പി എടുക്കുന്ന പൂജാരി കുപ്പി തുറക്കാൻ പോകുന്ന സമയം അവിടെ വരുന്ന ബബ്ലി ആ കുപ്പി ബബ്ലിയുടെ ജ്യൂസിന്റെ കുപ്പിയാണെന്നും പറഞ്ഞ് പൂജാരിയുടെ കയ്യിൽ നിന്നും കുപ്പി പിടിച്ചു വാങ്ങാൻ നോക്കുകയാണ്. ബബ്ലി എല്ലാവരെയും അവിടേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുകയാണ്. ശങ്കർ ബബ്ലിയുടെ സൗണ്ട് കേട്ട് അവിടെ എത്തുകയാണ്. പൂജാരിയുടെ കയ്യിൽ മോഹിനിയുള്ള കുപ്പി കാണുന്ന ശങ്കർ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ബബ്ലി ശങ്കറിന്റെ അടുത്ത് പോയിട്ട് അത് എന്റെ ജ്യൂസിന്റെ കുപ്പിയാണെന്നും പൂജാരി ആ കുപ്പി തരുന്നില്ല എന്നും പറയുകയാണ്. ശങ്കറിനെ കണ്ട് പേടിക്കുന്ന പൂജാരി രംഭയായി മാറുകയാണ്. ശേഷം രംഭ ശങ്കറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് ബബ്ലിയുടെ നേരെ എറിയുകയും ബബ്ലിയുടെ തലയിൽ അടി കിട്ടുകയും ബബ്ലി ബോധം കെട്ടി വീഴുകയും ചെയ്യുകയാണ്. ആ സമയം നോക്കി രംഭ അവിടെ നിന്ന് പോകുന്നു. രംഭ പോകുന്നത് കണ്ട് ടെൻഷനോടെ ഇരിക്കുകയാണ് ശങ്കർ. ശേഷം അടുത്ത സീനിൽ ബബ്ലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും ശങ്കറിനോട് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫാമിലി പേടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ശങ്കർ അവരോട് കള്ളം പറയുകയാണ്. ശങ്കർ കള്ളം പറയുകയാണെന്ന് മനസ്സിലാക്കുന്ന പാറു ശങ്കറിനോട് ചോദിക്കുമ്പോൾ ശങ്കർ നടന്നതെല്ലാം പാറുവിനോട് പറയുകയാണ്. അത് കേട്ട് പേടിച്ചു നിൽക്കുകയാണ് പാറു. മറുവശത്ത് രംഭ കുപ്പി തുറക്കുകയും കുപ്പിക്കകത്ത് നിന്ന് മോഹിനി പുറത്തു വരികയും ചെയ്യുന്നു. മോഹിനി രംഭയോട് എന്നെ രക്ഷപ്പെടുത്താൻ ഇത്രയും ലേറ്റ് ആയത് എന്തിനാണെന്ന് ചോദിച്ച് വയലന്റ് ആവുകയാണ്. അത് കേൾക്കുന്ന രംഭ ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ചേച്ചിയെ രക്ഷപ്പെടുത്തിയത്, എന്നിട്ട് എന്നെ വഴക്കു പറയുകയാണോ? ശങ്കറിനെയും പാറുവിനെയും പിരിക്കാൻ ഇനി കഴിയില്ല, അവർ ഒരുമിച്ച് ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു, ഇനി നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് രംഭ. പാറുവിന്റെ കൂടെ പാറുവിന് ശക്തിയായി ശങ്കർ ഉള്ളതുപോലെ എന്റെ കൂടെയും ഒരാൾ വേണം. അത് ഈ ലോകത്ത് നിന്നല്ല, വേറൊരു ലോകത്ത് നിന്ന് എനിക്ക് കൂട്ടായി അയാൾ വരും, എന്റെ വരുംകാല ഹസ്ബൻഡ് എന്ന് പറയുകയാണ് മോഹിനി. ഈ സമയം പൂജാരി കണ്ണു തുറക്കുകയാണ്. പൂജാരിക്ക് ആരോ പുറകിൽ നിന്ന് തലയ്ക്ക് അടിച്ച കാര്യം ഓർമ്മ വരികയാണ്. ശേഷം വിവാഹം നടക്കുകയാണ്. വിവാഹത്തിന് വേണ്ടിയുള്ള ഓരോ ചടങ്ങും ശങ്കറും പാറുവും ചെയ്യുകയാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അവസാനം താലികെട്ടും സിന്ദൂരം ഇടലും കഴിയുന്നതോടെ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും മുതിർന്നവരുടെ കാല് തൊട്ട് ആശീർവാദം വാങ്ങുകയാണ്. മുത്തശ്ശിയുടെ ആശീർവാദം വാങ്ങുന്ന അവർക്ക് മുത്തശ്ശി പഴയ പാലസിന്റെ താക്കോൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് ഇന്നത്തെ രാത്രി അവരോട് അവിടെ നിൽക്കാൻ പറയുകയാണ്. മോഹിനി രക്ഷപ്പെട്ട സ്ഥിതിക്ക് അവർ രണ്ടുപേരും മാറി നിൽക്കുന്നത് ഫാമിലിക്ക് ആപത്താണെന്ന് മനസ്സിലാക്കുന്ന പാറു പോകാൻ സമ്മതമില്ലാതെ നിൽക്കുകയാണെങ്കിലും മുത്തശ്ശിയുടെ സന്തോഷത്തിന് വേണ്ടി അവർ പോകാമെന്ന് സമ്മതിക്കുകയാണ്. ശേഷം പാറു വലിയ നാഗത്തിനോട് പാറുവും ശങ്കറും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഫാമിലിയെ നോക്കണമെന്നും എന്ത് പ്രശ്നങ്ങൾ പാറുവിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും പറയുകയാണ്. മറുവശത്ത് മോഹിനി പൂജ ചെയ്യുകയാണ്. പൂജയുടെ അവസാനം ഒരു ശവപ്പെട്ടിയും ഒരു ബുക്കും മോഹിനിയുടെ മുന്നിൽ വരുന്നു. അത് കാണുന്ന മോഹിനി, ഈ ബോക്സിന്റെ അകത്ത് എന്റെ ഭാവി ഹസ്ബൻഡായ രാക്ഷസിന്റെ ആത്മാവുണ്ട്, ഈ രാക്ഷസിന്റെ ആത്മാവിന് കയറാൻ ഒരു ശരീരം വേണം, അതിന് എന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ദുൽചന്ദ് മരിക്കണമെന്ന് പറയുകയാണ് മോഹിനി. ശേഷം അവർ രണ്ടുപേരും പാലസിൽ വരികയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ വലിയ നാഗം വരുന്നു. നാഗത്തിന്റെ ശ്രദ്ധ മാറ്റിയാലേ അകത്ത് കയറാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന മോഹിനി രംഭയെ നോക്കുമ്പോൾ രംഭ ഓന്തായി മാറുകയാണ്. ഓന്തിനെ കാണുന്ന നാഗം ഓന്തിന്റെ പുറകെ പോകുന്നു. നാഗം പോകുന്നത് കാണുന്ന മോഹിനി പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. മറുവശത്ത് പഴയ പാലസിൽ പോകുന്ന ശങ്കറും പാറുവും ഒന്നാവുകയാണ്. ഈ സമയം മോഹിനി ദുൽചന്ദിനെ ശക്തി പ്രയോഗിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സമയം അവിടെ വലിയ നാഗം വരുന്നു. ആ വലിയ നാഗം മോഹിനിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ മോഹിനി നാഗത്തിനെ കൊല്ലുകയാണ്. ശേഷം ദുൽചന്ദിനെയും കൊല്ലുന്നു. അപ്പോൾ അവിടെ രംഭ വരുന്നു. അവർ ദുൽചന്ദിന്റെ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ പാറു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. മോഹിനി പാലസിൽ വന്നു എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ശങ്കറിനെ വിളിക്കാതെ പാറു അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. പാറുവിന്റെ കൊലുസിന്റെ സൗണ്ട് കേട്ട് എഴുന്നേൽക്കുന്ന ശങ്കർ പാറു ഓടിപ്പോകുന്നത് കണ്ട് ടെൻഷനോടെ പാറുവിന്റെ പുറകെ പോവുകയാണ്. പാലസിൽ വരുന്ന പാറു ബ്രദറിന്റെ സ്ഥാനത്ത് കണ്ട നാഗം മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട് വിഷമിച്ച് പാറു ഇരിക്കുമ്പോൾ പാറു നാഗത്തിന്റെ കണ്ണിൽ മോഹിനി ദുൽചന്ദിനെ കൊന്നത് കാണുകയാണ്. ആ സമയം നാഗം അപ്രത്യക്ഷമാകുന്നു. അത് കണ്ട് വിഷമിച്ച് പാറു കരയുന്ന സമയം അവിടെ ശങ്കർ വരുന്നു. ശങ്കർ പാറുവിനോട് എന്തിനാണ് കരയുന്നതെന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ്. പാറു ഒന്നും പറയാതെ മരവിച്ചതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും വരികയാണ്. എല്ലാവരും പാറു കരയുന്നത് കണ്ട് പാറുവിനോട് കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ പാറു ശങ്കറിനോട് കരഞ്ഞുകൊണ്ട് ദുൽചന്ദിനെ മോഹിനി കൊന്നു എന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് മോഹിനി ദുൽചന്ദിന്റെ ശരീരത്തിൽ രാക്ഷസിന്റെ ആത്മാവിനെ കയറ്റുകയാണ്. പാറുവിനെ ദുൽചന്ദിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് പാറു കരയുന്നത്. എല്ലാവരും ദുൽചന്ദിന്റെ മരണം അറിഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയം അവരുടെ മുന്നിലേക്ക് ഒരു ശവപ്പെട്ടി വന്ന് വീഴുകയാണ്. അത് കാണുന്ന ശങ്കർ ധൈര്യത്തോടെ പോയി ബോക്സ് തുറക്കുകയാണ്. അപ്പോൾ ആ ബോക്സിന്റെ അകത്ത് ദുൽചന്ദിനെ കണ്ട് എല്ലാവരും അലറി വിളിച്ച് കരയുകയാണ്. എല്ലാവരും ദുൽചന്ദിനെ വിളിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ദുൽചന്ദ് ശവപ്പെട്ടിക്കകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. ദുൽചന്ദിനെ ജീവനോടെ കണ്ടതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. ശങ്കർ ദുൽചന്ദ്
ദുൽചന്ദിനെ കെട്ടിപ്പിടിക്കുകയാണ്. പാറുവിന് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. കാരണം പാറു നാഗത്തിന്റെ കണ്ണിൽ വ്യക്തമായി കണ്ടതാണ് മോഹിനി ദുൽചന്ദിന്റെ കഴുത്ത് മുറിക്കുന്നതും ദുൽചന്ദ് മരിച്ചു കിടക്കുന്നതും. ആ കാര്യങ്ങൾ പാറു ദുൽചന്ദിനോട് പറയുമ്പോൾ ദുൽചന്ദ് മോഹിനി കൊല്ലാൻ വന്നത് ശരിയാണ്, പക്ഷെ മോഹിനി ദുൽചന്ദ് മരിച്ചു എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോയി എന്ന് പറയുകയാണ് ദുൽചന്ദ്. ശേഷം റൂമിൽ പോകുന്ന ദുൽചന്ദ് കണ്ണാടിയിൽ നോക്കുകയാണ്. ഈ സമയം മോഹിനി രംഭയോട് ദുൽചന്ദിന്റെ ശരീരത്തിൽ രാക്ഷസനുള്ള കാര്യം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല, കണ്ണാടിയുടെ മുന്നിൽ മാത്രം ദുൽചന്ദ് പോകാൻ പാടില്ല, അങ്ങനെ പോയാൽ ദുൽചന്ദിന്റെ യഥാർത്ഥ രൂപം കണ്ണാടിയിൽ കാണാൻ കഴിയുമെന്ന് പറയുന്ന സമയം ദുൽചന്ദ് കണ്ണാടിയിൽ നോക്കുകയും 10 തലയുള്ള രാക്ഷസന്റെ രൂപം കണ്ണാടിയിൽ കാണുകയും ചെയ്യുകയാണ്. ഈ സമയം ദുൽചന്ദിന്റെ റൂമിന്റെ അടുത്തുകൂടി പോകുന്ന പാറു ദുൽചന്ദിന്റെ റൂമിന്റെ വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ പാറു രാക്ഷസന്റെ രൂപം കാണുന്നു. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പാറു. ആരും കാണാതിരിക്കാൻ വേണ്ടി ദേഷ്യം വരുന്ന ദുൽചന്ദ് കണ്ണാടി പൊട്ടിക്കുകയാണ്. ശേഷം പാറു ദുൽചന്ദിന്റെ അടുത്ത് പോകുന്നു. പാറുവിനെ ദുൽചന്ദിന്റെ രൂപത്തിലുള്ളത് രംഭയാണോ എന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ട് പാറു മൈപ്പീലി എടുത്തുകൊണ്ടുവന്ന് ദുൽചന്ദിന്റെ ശരീരത്തിൽ മൈപ്പീലി കൊണ്ട് തൊടുകയാണ്. ദുൽചന്ദിന് മാറ്റമൊന്നും കാണാത്തത് കൊണ്ട് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പാറു. രംഭ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും, മരിച്ചവർ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നുള്ള കുറെ ഉത്തരമറിയാത്ത ക്വസ്റ്റ്യൻ മനസ്സിൽ ചോദിച്ചു നിൽക്കുകയാണ് പാറു. അടുത്ത സീനിൽ പാറു ശങ്കറിനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. മരിച്ചുപോയവർ തിരിച്ചു വരുന്നത് ഇത് ആദ്യമല്ല പാറു, ഒരിക്കൽ മരിച്ചുപോയ ഞാനും നീ കാരണം തിരിച്ചു വന്നതല്ലേ, അത് നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ഡാഡിയുടെ മേൽ ഒരു കണ്ണ് വയ്ക്കാമെന്ന് പറഞ്ഞ് ശങ്കർ പാറുവിനെ സമാധാനിപ്പിക്കുകയാണ്. ശേഷം മോഹിനി ദുൽചന്ദിനെ ഹോമത്തിന് മുന്നിൽ ഇരുത്തിയിട്ട് ബുക്കിൽ നോക്കി ശക്തി പ്രയോഗിക്കുകയാണ്. അപ്പോൾ മോഹിനിക്ക് മൈലാഞ്ചി കിട്ടുകയാണ്. എന്നിട്ട് മോഹിനി മൈലാഞ്ചി ദുൽചന്ദിന്റെ കയ്യിൽ കൊടുത്തിട്ട് നാളെ രാത്രിയാകുന്നതിന് മുമ്പ് പാലസിലുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും ദുൽചന്ദ് തന്നെ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അതിനുശേഷം രക്ഷസിന്റെയും രാക്ഷസന്റെയും വിവാഹത്തിന് മുമ്പുള്ള മൈലാഞ്ചി ഫംഗ്ഷൻ നടക്കുമെന്ന് പറയുന്നത് കേട്ട് ദുൽചന്ദ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അടുത്ത സീനിൽ ദുൽചന്ദിന്റെ റൂമിലെ കണ്ണാടി പൊട്ടിയത് കൊണ്ട് ശങ്കറും പാറുവും പുതിയൊരു കണ്ണാടി കൊണ്ടുവയ്ക്കുകയാണ്. ഈ സമയം എല്ലാവരുടെ റൂമിലുമുള്ള കണ്ണാടി പൊട്ടിയിരിക്കുന്നത് കണ്ട് ഡൗട്ട് തോന്നുന്ന അവർ ശങ്കറിനോടും പാറുവിനോടും ആ കാര്യം പറയുകയാണ്. പാലസിലുള്ള എല്ലാ കണ്ണാടിയും പൊട്ടണമെങ്കിൽ ഇത് രക്ഷസായിരിക്കും ചെയ്തതെന്ന് പറഞ്ഞ് പേടിച്ചു നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന ദുൽചന്ദ് കണ്ണാടി ഇരിക്കുന്നത് കാണുകയാണ്. കണ്ണാടിയിൽ രാക്ഷസ രൂപം കാണുന്ന ദുൽചന്ദ് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസ് എടുത്ത് കണ്ണാടിയിൽ എറിയുകയാണ്. കണ്ണാടി പൊട്ടുന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുന്ന എല്ലാവരും ദുൽചന്ദിനോട് എന്തിനാണ് കണ്ണാടി പൊട്ടിച്ചതെന്ന് ചോദിക്കുകയാണ്. പാറുവും ഡൗട്ടോടെ ദുൽചന്ദിനെ നോക്കി നിൽക്കുകയാണ്. ഈ പാലസിലുള്ള കണ്ണാടിയെല്ലാം പൊട്ടിച്ചത് ദുൽചന്ദ് ആണെന്നും പാറുവിന്റെയും ശങ്കറിന്റെയും ജീവിതത്തിലെ സന്തോഷ ദിവസം തടസ്സപ്പെടുത്തിയതിനുള്ള കുറ്റബോധം കാരണം ഒരു വ്രതം എടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് 2 ദിവസത്തേക്ക് ദുൽചന്ദ് കണ്ണാടിയിൽ മുഖം നോക്കില്ല എന്നും പറയുകയാണ്. അത് കേട്ടിട്ട് വിശ്വാസമില്ലാതെ നിൽക്കുകയാണ് പാറു. ബാക്കി എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ തറയിൽ കിടക്കുന്ന കുപ്പിച്ചില് ശങ്കറിന്റെ കാലിൽ കുത്തുകയാണ്. കാലിൽ നിന്ന് രക്തം വരുന്നത് കാണുന്ന ദുൽചന്ദിന്റെ മുഖഭാവം മാറുന്നു. ഇതെല്ലാം പാറു ശ്രദ്ധിക്കുകയാണ്. ശങ്കറിന്റെ കാല് മുറിഞ്ഞിട്ടും ശങ്കറിന്റെ അടുത്ത് പോലും വരാതെ ദുൽചന്ദ് മാറി നിൽക്കുന്നത് എന്തിനായിരിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് പാറു. ദുൽചന്ദ് അലമാര തുറന്ന് മോഹിനി കൊടുത്ത ബുക്ക് നോക്കുകയാണ്. ആ ബുക്ക് നോക്കുമ്പോൾ ദുൽചന്ദ് നോർമൽ ആവുകയാണ്. ദുൽചന്ദ് എന്തായിരിക്കും അലമാരയുടെ അകത്ത് നോക്കി നിൽക്കുന്നതെന്ന് ഡൗട്ട് തോന്നുന്ന പാറു ദുൽചന്ദിന്റെ അടുത്ത് പോകുമ്പോൾ ദുൽചന്ദ് അലമാര അടയ്ക്കുകയും കയ്യിലിരിക്കുന്ന ബാൻഡേജ് പാറുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ബാൻഡേജ് നോക്കിയതായിരുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് പാറു ശങ്കറിന്റെ കാലിൽ ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്ത ശേഷം എല്ലാവരും കൂടി ശങ്കറിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പാറുവിന് ഇപ്പോഴും ദുൽചന്ദിനെ ഡൗട്ടാണ്. പാറുവിന് എല്ലാവരുടെ മുന്നിലും ദുൽചന്ദ് ഒരു രാക്ഷസനാണെന്ന് തെളിയിക്കാൻ കഴിയുമോ, മൈലാഞ്ചി ഇട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്